കർണാടകയിലെ ഷിരൂരിൽ അർജുനായി തെരച്ചിൽ തുടരുകയാണ്. ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപകടം നടന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തിന് വളരെ അടുത്തേക്ക് ഡ്രഡ്ജർ എത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സിജു കണ്ണൻ ചേരുകയാണ് ഷിരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. സിജു, ഡ്രഡ്ജർ ഈ പ്രദേശത്തേക്ക് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞോ? മനു, ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാറിയാണ് ഡ്രഡ്ജർ ഇപ്പോൾ ഉള്ളത്. പുഴയുടെ ആഴം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അപകടം നടന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഗംഗാവാലി പുഴയിൽ ഷിരൂരിനടുത്തുള്ള റെയിൽവേ മേൽപ്പാലം കടന്ന് ഷിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ കടന്നത്. ഇപ്പോൾ പുഴയുടെ ആഴം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും അതിന് തൊട്ടു പരിസര പ്രദേശങ്ങളിലുമെല്ലാം വലിയ തോതിൽ മണ്ണും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം തന്നെ പുഴയിൽ അടിഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി വരാനുള്ള വഴി കണ്ടെത്തി വരികയാണ്. ഇപ്പോൾ കരയോട് അടുപ്പിച്ചാണ് ഡ്രഡ്ജർ നിർത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെറും 500 മീറ്റർ അപ്പുറം മാറിയാണ് ഉള്ളത്. നേരത്തെ ജില്ലാ ഭരണകൂടവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ സംസാരിച്ചിരുന്നു. അപ്പോൾ 10:30 ഇവിടെ എത്തിക്കും എന്ന ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ഏതാണ്ട് ആ സമയത്തോടു കൂടി തന്നെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പിന്നീട് അത് അസംബിൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം വേണം. 4-5 മണിക്കൂർ അതിനാവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി പുഴയിൽ അത് ഉറപ്പിച്ചു നിർത്തുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപകരണങ്ങൾ ഘടിപ്പിക്കുക എന്നത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് അല്പം സമയം വേണം. അതുകൂടി കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ ഈ പരിശോധന തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ പങ്കുവെക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. നാവികസേന നേരത്തെ സോണാർ പരിശോധന നടത്തി കണ്ടെത്തിയ സ്ഥലത്ത് കൃത്യമായി ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് ആദ്യ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം നോക്കാം. അവിടെ നിന്ന് മാറി പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ട കല്ലും മണ്ണും അടിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിലും അതിനിടയിലായ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ നാവികസേന സോണാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്ഥലം. ലോഹ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ സ്ഥലമാണ്. അത് ലോറിയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ലോഹ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന ആ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് നേരത്തെ തന്നെ പരിശോധന നടത്തുമ്പോൾ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പ ഉൾപ്പെടെ പരിശോധന നടത്തുമ്പോൾ പറഞ്ഞത് പുഴയുടെ അടിത്തട്ടിൽ കല്ലും മണ്ണും മരങ്ങളും എല്ലാം തന്നെ വ്യാപകമായി അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന്. പ്രധാനമായും ആ ഭാഗത്തെ അടയാളപ്പെടുത്തിയ ഭാഗത്തുള്ള ഈ മണ്ണും കല്ലും എല്ലാം തന്നെ നീക്കി പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. ഏതായാലും പരിശോധന ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ആരംഭിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ പങ്കുവെക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി ജില്ലാ കലക്ടർ സ്ഥലത്തെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു യോഗത്തിന് ശേഷം ഈ പരിശോധന ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മനു, സിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രഡ്ജർ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്, ഷിരൂരിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ തെരച്ചിൽ ആദ്യം നടത്തേണ്ട പ്രദേശത്തേക്ക് എത്തും. ഇപ്പോൾ അതിനൊരു 500 മീറ്റർ പുറകിലാണ് ഡ്രഡ്ജർ ഉള്ളത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മണ്ണിങ്ങനെ പുഴയിൽ വന്ന് വീണതുകൊണ്ട് ഡ്രഡ്ജറിനെത്താനുള്ള ഒരു ആഴത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ പ്രദേശത്തേക്ക് ഡ്രഡ്ജറിന് എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം.